ജെയിൻ ഇപ്പോൾ എവിടെയാണ്, എന്താണ് വിശദാംശങ്ങൾ? അഭിലാഷൻ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ തൊമ്മൻകുത്ത് പുഴയുടെ സമീപത്താണ്. ഇവിടെ ഇതിൻ്റെ അപ്പുറത്ത് വനമേഖലയാണ്. ആ വനമേഖലയ്ക്കകത്ത് ഏതാണ്ട് 50ഓളം കുടുംബങ്ങളുണ്ട്. അവർ പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. നമുക്ക് നേരത്തെ നോക്കിയാൽ ആ പുഴയ്ക്ക് അപ്പുറത്ത് ആളുകൾ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. രാവിലെ ഈ അത്യാവശ്യത്തിനൊക്കെ പുറത്തേക്ക് പോയി, പ്രത്യേകിച്ച് ഇവിടെ ഒരാൾക്ക് വിദേശത്തേക്ക് ഇന്ന് പോകേണ്ടതായിരുന്നു. അദ്ദേഹത്തെ ഫയർഫോഴ്സ് എത്തിയാണ് ഇപ്പോൾ പുറത്തേക്ക് എത്തിച്ചത്. അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. ഇന്ന് വിദേശത്തേക്ക് എങ്ങോട്ടാണ് പോകുന്നത്? യു കെയിലേക്ക് വൈകിട്ട് 10:30 ഫ്ലൈറ്റ്. പാലം മൂടി കിടന്നുകൊണ്ട് വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇവിടെ അടുത്തൊരു വീട്ടിൽ ചേച്ചീനെ കൊണ്ടുപോകാനായിട്ട് ഫയർഫോഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ആൾക്കാരുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അവർ വന്ന് ഞങ്ങളെ കടത്തി തന്നു രാവിലെ. അപ്പോൾ അകത്ത് എത്ര കുടുംബങ്ങൾ? അവിടെ ഏകദേശം ഒരു 30-40ഓളം കുടുംബക്കാരുണ്ട്. അവർക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല. പുറത്തേക്ക് പോകാൻ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ പാലം എല്ലാ കൊല്ലവും പാലം മഴയത്ത് വെള്ളം മൂടുന്നതാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പാലം വീതി പൊക്കം കൂട്ടുക, റോഡ് നന്നാക്കുക. ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം പോകാനായിട്ട് താൽക്കാലികമായിട്ട് എന്തെങ്കിലും ഫയർഫോഴ്സിന് സഹായം അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. വേറെ ഒരു വഴിയില്ല. അവർ അക്കരെയുള്ളതെല്ലാം ഒറ്റപ്പെട്ട് കിടക്കുക. അപ്പോൾ അവിടെയുള്ള ആളുകൾ ഈ പുറത്തുള്ളവരുമായിട്ട് സംസാരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ അകത്തുള്ളവരുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്? അവരുമായിട്ട് സംസാരിക്കാൻ ഇപ്പോൾ പറ്റുന്നുണ്ട്. ഇപ്പോൾ കറണ്ടൊക്കെ കുറച്ചധികം നേരത്തേക്ക് പോവുകയാണെങ്കിൽ പ്രശ്നം അവർക്ക് റീചാർജ് ചെയ്യാൻ പറ്റത്തില്ല. തൊട്ടപ്പുറത്ത് ഫോറസ്റ്റിൻ്റെ ഓഫീസുണ്ട്. അവർ തന്നെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സംവിധാനം പോലും ഉറപ്പിച്ച് അവരെ സഹായിക്കേണ്ടതാണ്. ഇവിടുത്തെ രണ്ടാമത്തെ പാലമുണ്ട്, മെയിൻ പാലമുണ്ട്. ആ പാലം തന്നെ ആദ്യം വെള്ളത്തിനടിയിലാവും. ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും പിന്നെ കട്ട് ഓഫ് ആയി പോവാണ്. അപ്പം അവിടുത്തെ പാലം പണി ഇഴഞ്ഞ് നീങ്ങുക. 2 വർഷം 3 വർഷമായിട്ട് ഇഴഞ്ഞ് നീങ്ങുക. അത് അടിയന്തരമായിട്ട് 4 വർഷമായിട്ട് ഇഴഞ്ഞ് നീങ്ങുക. അപ്പോൾ അടിയന്തരമായിട്ട് അധികാരികളുടെ കണ്ണ് തുറക്കണം, ആ പാലം ഉയർത്തണം. അതിനുശേഷമാണ് ഈ ചപ്പാത്ത് ഉയർത്തി. ഇവിടെ 50ഓളം ആളുകളുണ്ട്, അവരെയും കൂടെ സംരക്ഷിക്കണം. അപ്പോൾ ഇപ്പോൾ അവരെന്താ പറയുന്നത്? അവർക്ക് പുറത്തേക്ക് പോകാനുള്ള ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നിലവിൽ? എത്ര ദിവസം അവിടെ കഴിയാൻ പറ്റും ഇങ്ങനെയാണെങ്കിൽ? രാവിലെ അവിടെയുള്ള ആളുകളെല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാം ഇവിടെ തൊട്ടപ്പുറം വരെ എത്താൻ പറ്റുന്നുള്ളൂ. അവർക്ക് അവരുടെ ദൈനംദിന ജീവിതങ്ങൾ, ആശുപത്രി ആവശ്യങ്ങൾ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് അവിടെ കുരുങ്ങി നിൽക്കുകയാണ്. അവരെയൊക്കെ സംരക്ഷിക്കണമെങ്കിൽ മറ്റു മാർഗ്ഗമില്ല ഈ ചപ്പാത്ത് ഉയർത്തുക എന്നുള്ളതല്ലാതെ. എല്ലാ വർഷവും ഉള്ള പ്രതിസന്ധിയല്ലേ? അതെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 അടിയെങ്കിലും ഈ പാലം ഒന്ന് പൊക്കി കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ, ഈ ആശുപത്രി കേസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും പാലും കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവർ പാലും കൊണ്ടുപോയത് ഫയർഫോഴ്സ് എത്തിയിട്ടാണ്. ഇന്ന് അങ്ങനെയാണ് കൊണ്ടുപോയത്. കഴിഞ്ഞ വർഷം തന്നെ ഇവിടെ വെള്ളം പൊങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരാൾ മരിച്ചുപോയി. അവരെ ആൾക്കാരെ കൊണ്ടുവന്നത് ഫയർഫോഴ്സ് വന്നിട്ടാണ് ഇവിടുന്ന് അക്കരെ കടത്തിയത്. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെയുള്ള ആൾക്കാരെ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ നിലവിൽ ഈ മുകളിൽ നിന്ന് അപ്പുറത്തേക്ക് ഒരു റോപ്പ് പോലൊരു പാലം പറ്റിയത് കഴിഞ്ഞാൽ അന്ന് പണ്ട് കാലത്ത് കുടിയേറി പാർത്ത ആൾക്കാരാണ്, പട്ടയൊക്കെ ഉള്ള ആൾക്കാരുമാണ്. അവിടെ ഫോറസ്റ്റ് ഏരിയയും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. പക്ഷേ ഈ കുഞ്ഞു കുട്ടികൾ പരാധീനങ്ങളൊക്കെ ആയിട്ട് ജീവിക്കണതാണ്. ഇപ്പം അവർക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ പെട്ടുപോകുള്ളൂ. അതുങ്ങൾ ഒരു ആശുപത്രി കേസ് കിട്ടുള്ളൂ. ഒന്നാമത് ഈ മഴയും പനിയും, ഒന്നാമത് ഇവിടുന്ന് അപ്പുറത്തേക്ക് കിടന്നു കഴിഞ്ഞാൽ ഈ തോട്ടപ്പുഴുവിൻ്റെ ഭയങ്കര ശല്യമുള്ള സ്ഥലമാണ് അത്. അപ്പോൾ അതുങ്ങൾ അവിടെ താമസിക്കുമ്പോൾ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ ഈ പുഴയ്ക്കക്കരെ കിടക്കേണ്ടി വരും. ഫയർഫോഴ്സ് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ സമയം കഴിയുമല്ലോ. പിന്നെ ഞങ്ങൾ ഈ ഇവിടുന്ന് മരത്തേന്ന് അപ്പുറത്തേക്ക് കയറ് കെട്ടിയിട്ടാണ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തോളത്തൊക്കെ വെച്ചുകൊണ്ടാണ് പിള്ളേരെ അങ്ങോട്ട് വരുന്നത്. ഒരു മാനാങ്കാണി കണക്കിനാണ് പോണത്. അതൊന്നും പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്നൊക്കെ ആണെങ്കിൽ അവർ അവിടെ കുടുങ്ങി നിൽക്കുക. സ്കൂളിലൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാനായിട്ടുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാകുക. ഈ സർക്കാരുകൾ ഒരു കാരണവശാലും ഫോറസ്റ്റും സർക്കാരും ഇവർ തമ്മിൽ നടക്കണ ഈ വടംവലിയും കൊണ്ടാണ് ഈ സംഭവങ്ങൾ മുഴുവൻ നടക്കുന്നത്. ജനങ്ങളുടെ ജീവിതമാണല്ലോ മുഖ്യം. അല്ലാണ്ട് നാട്ടുകാരുടെ കാര്യങ്ങൾ നോക്കാൻ കഴിവില്ലാത്ത സർക്കാർ ഭരിക്കാണ്ടിരിക്കുമായിരിക്കും നല്ലത്. ഇവർ പറയുന്നത് ഇതിപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ളതാണ് അഭിലാഷ് പറയുന്നത്. ഈ തൊമ്മൻകുത്ത് പുഴയിൽ വെള്ളം ഉയർന്നു കഴിഞ്ഞാൽ ആ പ്രദേശത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോകും. ഇപ്പോൾ 1-2 ദിവസം കൊണ്ട് വെള്ളം ഇറങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അത് നമുക്ക് 2018 പോലെ വലിയ പ്രളയമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എത്ര ദിവസം അവിടെ കുടുങ്ങിക്കിടക്കേണ്ടി വരും എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് വൈദ്യുതി ബന്ധമൊക്കെ വിച്ഛേദിക്കപ്പെട്ടാൽ വലിയ പ്രതിസന്ധിയാണ്. വനമേഖലയാണ്. മരമൊടിഞ്ഞ് പോലും ഈ വൈദ്യുതി ബന്ധമൊക്കെ വിച്ഛേദിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുമായിട്ട് ആശയവിനിമയത്തിന് പോലും സാധ്യമല്ലാത്ത സ്ഥിതി ഉണ്ടാകും. അതാണ് ഇവർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. അഭിലാഷ്.